പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഭൃത്യൻ യജമാനനേക്കാൾ വലിയവനല്ല, അയക്കപ്പെട്ടവൻ അയച്ചവനേക്കാളും വലിയവനല്ല. ഈ കാര്യങ്ങൾ അറിഞ്ഞ് നിങ്ങൾ അതനുസരിച്ച് പ്രവർത്തിച്ചാൽ അനുഗ്രഹീതർ. നിങ്ങൾ എല്ലാവരെയും കുറിച്ചല്ല ഞാനിത് പറയുന്നത്. ഞാൻ തിരഞ്ഞെടുത്തവരെ എനിക്കറിയാം. എൻ്റെ അപ്പം ഭക്ഷിക്കുന്നവർ എനിക്കെതിരെ കുതികാലുയർത്തി എന്നെ തിരുവെഴുത്ത് പൂർത്തിയാക്കേണ്ടിയിരിക്കുന്നു. അത് സംഭവിക്കുമ്പോൾ ഞാൻ തന്നെ എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനാണ് സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ അയക്കുന്നവനെ സ്വീകരിക്കുന്നവൻ എന്നെയാണ് സ്വീകരിക്കുന്നത്, എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു. ഈ വചനഭാഗത്തിലൂടെ യേശു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പിതാവായ ദൈവം എത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. യേശുവിനെ ഈ ലോകത്തിലോട്ട് അയച്ചു. യേശുവിലൂടെ പിതാവായ ദൈവം തന്നെയാണ് പ്രവർത്തിച്ചത്. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം കാരണം സ്വന്തം പുത്രനെ പോലും ഈ ലോകത്തിലോട്ട് അയച്ചുകൊണ്ട് ജനത്തെ വീണ്ടെടുക്കുന്നു. ത്രിത്വിക ദൈവത്തിൻ്റെ ഐക്യം നമ്മൾക്ക് സാധിക്കുവാനായിട്ട് സാധിക്കും. കാരണം 3 പേരും ഒന്നായതുകൊണ്ട്. അവർ 3 പേരും പരസ്പരം സഹായിച്ചും പരസ്പരം മറ്റുള്ളവരെ രക്ഷിക്കുന്നതിന് വേണ്ടി താല്പര്യത്തോടുകൂടി പ്രവർത്തിക്കുന്നു. പിതാവായ ദൈവത്തോട് നമ്മൾക്ക് നന്ദിയുള്ളവരാകാം. പുത്രനായ ദൈവത്തിനെ അയച്ചുകൊണ്ട് നമ്മളെ രക്ഷിച്ചതിന് പരിശുദ്ധാത്മാവായ ദൈവത്തെയും സ്നേഹിക്കാം. പിതാവായ ദൈവം തന്നെയാണ് യേശുവിനേക്കാളും വലുതെന്ന് പറയുന്നുണ്ട്. അയക്കപ്പെട്ടവനേക്കാൾ അയച്ചവനാണ് വലിയവനെന്ന് യേശു പറയുന്നുണ്ട്. പ്രത്യേക ദൈവത്തെ നമ്മൾക്ക് ആത്മാർത്ഥമായി സ്നേഹിച്ച് ജീവിക്കാം. അതിനായിട്ടുള്ള കൃപാവരങ്ങൾ പിതാവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.